ഷെയർ മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെൻറ്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. അത് ആ ഷെയർ മുബാറക്കും അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ശരീഫിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ജയറാനത്തിൽ നിന്ന് കൈയിൻ്റെ വിരല് ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുണ്ട്, മാത്രമല്ല അത് 1/2 സെൻറ്റിമീറ്റർ വളർന്നിരിക്കുന്നു. നബിയുടെ ഉമിനീർ കലർന്ന വെള്ളവും അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ട്. മറ്റൊരു മുഅ്ജിസത്തായി പ്രകടമായ പ്രവാചകനിൽ നിന്നുണ്ടായ വെള്ളവും അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ട്. കൂട്ടത്തിൽ റൗളയിലെ പൊടികളുമുണ്ട്. എല്ലാം കൂടി കലക്കിയ ഒരു വെള്ളമുണ്ട്. അതെല്ലാവരും വളരെ ബഹുമാനാദരവുകളോടുകൂടി വാങ്ങി കൊണ്ടുപോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, ആലോചനാശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആളുകളുടെ മുന്നിൽ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതിലൊന്നാമത്തത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണല്ലോ ചേർത്ത് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണെന്നാണല്ലോ ഈ പറയുന്നത്. നമുക്കൊക്കെ അറിയാം, ഒരു ഹദീസ് പോലും, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അല്ലെങ്കിൽ പ്രവർത്തിച്ചു എന്നുള്ള നിലക്കുള്ള ഒരു ഹദീസ് പോലും സ്വീകരിക്കണമെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണം? ആ ഹദീസ് കുറ്റമറ്റതാണോ സഹീഹാണോ എന്ന് പരിശോധിക്കണം. ആ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ള റാവിമാർ, റിപ്പോർട്ടർമാർ, അവർ സത്യസന്ധരാണോ അല്ലേ, ഓർമ്മക്കുറവുള്ളവരാണോ അല്ലേ, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി ഒരു വ്യക്തി സത്യസന്ധനാണ്, ആ റാവിമാരൊക്കെ സത്യസന്ധരാണെങ്കിലും ഇടയിൽ ഏതെങ്കിലും ഒരു കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കുകയില്ല. അതേപോലെ തന്നെ ഇനി എല്ലാവരും നല്ലവരാണ്, സ്വാലിഹീങ്ങളാണെങ്കിൽ പോലും ഓർമ്മക്കുറവുണ്ടെങ്കിൽ അവരുടേതും സ്വീകരിക്കുകയില്ല. ഇനി ഹദീസിൻ്റെ സനദിൽ ആളാരാണ് എന്നറിയാത്ത ബാക്കി എല്ലാവരെയും ആളുകൾക്കറിയാം, എന്നാൽ ഒരാൾ ആ വ്യക്തി ആരാണ് എന്നറിയില്ലെങ്കിൽ അപ്പോഴും ആ ഹദീസ് സ്വീകരിക്കുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ബഹുമാനവുമായി ബന്ധപ്പെട്ടതാണ്, മതവുമായി, മതത്തിൻ്റെ ഗാംഭീര്യവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്ഥാനവും മഹത്വവും ഒക്കെ എത്ര വലുതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹദീസ് ഒരാൾ പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണെന്ന് ഉറപ്പ് വരുത്തണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ആരെങ്കിലും ഇല്ലാത്തത് പറഞ്ഞാൽ, കളവ് പറഞ്ഞാൽ, ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, അയാളുടെ സീറ്റ് നരകത്തിൽ ഒരുക്കിക്കൊള്ളട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഒരാൾ വന്നിട്ട് ഈ ഹദീസുകളെക്കാളൊക്കെ വളരെ വലിയ പോരിശയുള്ളൊരു കാര്യമല്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിലുള്ള ഒരു മുടി എന്ന് പറയുന്നത്? അപ്പോൾ അത് റസൂലുള്ളാൻ്റെ മുടിയാണ് എന്ന് പറയണമെങ്കിൽ എത്രമാത്രം ശക്തമായ തെളിവുകൾ അതിന് വേണ്ടതുണ്ട്, എത്രമാത്രം ശക്തമായ പരമ്പര അതിന് വേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ എവിടെ നിന്നോ തപ്പിപ്പിടിച്ച് അതിൻ്റെ സ്രോതസ്സുകളെക്കുറിച്ചൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, മാധ്യമങ്ങൾ വരെ അത് ചർച്ച ചെയ്തതാണ്. അങ്ങനെയുള്ള ഒരു മുടി തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണെന്ന് പറയുമ്പോൾ ആ റസൂലിന് എന്തു ബഹുമാനമാണ് ഇവർ നൽകുന്നത്, എന്ത് ആദരവാണ് ഇവർ നൽകുന്നത്, എന്തു മഹത്വമാണ് ഈ ആളുകൾ കൽപ്പിക്കുന്നത്? ആലോചിച്ചു നോക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണ് തൻ്റെ കൈകളിലുള്ളത് എന്ന് വ്യക്തമായി തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കാരണം ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക പഞ്ചായത്തിലോ ജില്ലയിലോ ഒതുങ്ങേണ്ടതല്ലല്ലോ. ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലേ, ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടുന്നൊരു വിഷയമല്ലേ? പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാതെ
ഒരു നാട്ടിലുള്ള ഒരാളുടെ കൈകളിൽ മാത്രം റസൂലുള്ളാഹിൻ്റെ ചെരുപ്പ് കിട്ടുന്നു, നബിയുടെ കുപ്പായം കിട്ടുന്നു, നബി ഉപയോഗിച്ച പാത്രം കിട്ടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഉമിനീര് കലർന്ന വെള്ളം വരെ തൻ്റെ കൈകളിലുണ്ട് എന്നൊരാൾ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ലേ? ഇനി രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ മുടി 1/2 സെൻറ്റിമീറ്റർ വളർന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി പ്രവാചകൻ്റെ തലയിലുള്ള സന്ദർഭത്തിൽ വളരുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി വെട്ടാറുണ്ടായിരുന്നു, പ്രവാചകന് പ്രത്യേകം മുടി വെട്ടുന്ന ആളുമുണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞ ഒരു മുടി അത് വളരുമെങ്കിൽ ആ മുടികൾ ലഭിച്ച ധാരാളം സ്വഹാബികളുണ്ടല്ലോ. ഈ സ്വഹാബികളിൽ ഒരാളും തന്നെ അത്തരമൊരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നബിയുടെ മുടി വളരുന്നുണ്ട് എന്ന ഒരു കാര്യം അവരാരും പറഞ്ഞിട്ടില്ല. ഇനി അതൊക്കെ പോകട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിശക്തി നൽകിയിട്ടില്ലേ? കാന്തപുരത്തിൻ്റെ കയ്യിൽ ഈ മുടി കിട്ടിയിട്ട് എത്ര കാലമായി എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു കാലയളവിനിടയിൽ 1/2 സെൻറ്റിമീറ്റർ മുടി വളർന്നിട്ടുണ്ടെങ്കിൽ 1400 വർഷം കൊണ്ട് ആ മുടിക്ക് എത്രമാത്രം വലിപ്പമുണ്ടാകണം? നിങ്ങൾ ചിന്തിക്കൂ. 1447 ഹിജ്റ വർഷം. ഇപ്പോൾ ഈ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ കുറഞ്ഞ കാലം കൊണ്ട് 1/2 സെൻറ്റിമീറ്റർ വളരുമെങ്കിൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് എത്രമാത്രം ആ മുടി വളരണം? അതല്ല കാന്തപുരത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണോ നബിയുടെ മുടി വളരുക എന്നത്? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. നമ്മുടെ ബുദ്ധിയുടെ വിഷയത്തിൽ നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ? നമ്മൾ ചിന്തിക്കണ്ടേ, ആലോചിക്കണ്ടേ? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതൊക്കെ വിശ്വസിച്ച് തക്ബീർ ധ്വനികൾ മുഴക്കി അതൊക്കെ നമ്മൾ കൊണ്ടു നടക്കുകയാണോ? നിങ്ങൾ ചിന്തിക്കുക. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറുകൾ, അള്ളാഹുവിൻ്റെ റസൂല് വിട്ടേച്ചു പോയ വല്ലതും ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ചരിത്രകാരന്മാരും ഗവേഷകന്മാരും മതപണ്ഡിതന്മാരും ഇതിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. അവരെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ള ഖുലാസ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറുകളായിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുവാൻ ഉറപ്പുള്ള ഒന്നും തന്നെ ലോകത്ത് അവശേഷിക്കുന്നില്ല എന്നാണ്. അൽ ആസാറുൻ നബവിയ്യ എന്ന ഗ്രന്ഥത്തിൽ ചരിത്രകാരനായ അഹ്മദ് പാഷ തൈമൂർ അദ്ദേഹം കൃത്യമായത് രേഖപ്പെടുത്തുന്നുണ്ട്. നബിയുടെ ആസാറുകളെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അദ്ദേഹം എത്തിയിട്ടുള്ള ഖുലാസ എന്ന് പറയുന്നത് ഒരിക്കലും നബിയുടെ ആസാറുകളിൽ പെട്ടതാണ് എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒന്നും ലോകത്ത് അവശേഷിക്കുന്നില്ല എന്നാണ്. ഇത് മുഹദ്ദിസുകളും വ്യക്തമാക്കിയ കാര്യമാണ്, ചരിത്രകാരന്മാരും വ്യക്തമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ്, അല്ലെങ്കിൽ നബിയുടെ കുപ്പായമാണ്, നബിയുടെ ചെരുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആധികാരികമായി പറയാൻ ഒരു രേഖയും ഇന്ന് ലോകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരിക്കെ ഇതേപോലെയുള്ള ആളുകൾ യാതൊരു നിലക്കുള്ള ഉത്തരവാദിത്തമില്ലാതെ, യാതൊരു നിലക്കുമുള്ള പഠനത്തിൻ്റെ റിപ്പോർട്ടുകൾ മുന്നിൽ സമർപ്പിക്കാതെ എന്തെങ്കിലും വന്ന് മൈക്കെടുത്ത് പറയുമ്പോഴേക്ക് അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്? കാരണം ഇതൊരു ചരിത്ര സംഭവമല്ലേ. ചരിത്രകാരന്മാർ അങ്ങനെ പറയുമ്പോൾ അത് കേരളത്തിലെ ഒരു കാന്തപുരത്തിൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു ചരിത്ര സംഭവമായി മാറേണ്ടതില്ലേ? അതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് കലർന്ന വെള്ളം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു വെള്ളം ഉണ്ടെങ്കിൽ അത് താബീങ്ങളുടെയും തബഉ താബീങ്ങളുടെയും അതേപോലെ തന്നെ മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെയും കാലഘട്ടത്തിലൊക്കെ അറിയപ്പെടേണ്ടതല്ലേ? അതിൽ നിന്ന് വിതരണം ചെയ്ത് അവരൊക്കെ മദീനയിലും മക്കയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ കാലമെത്ര കഴിച്ചുകൂട്ടി. അവർക്കാർക്കും ലഭിക്കാത്തത് 1400 വർഷങ്ങൾക്ക് ശേഷം കാന്തപുരത്തിന് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ലേ? കാന്തപുരത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് വിളിച്ചു പറഞ്ഞാലും, റസൂലുള്ളാഹിൻ്റെ പേരിൽ എന്തങ്ങോട്ട് പറഞ്ഞാലും അതൊക്കെ യാതൊരു നിലക്കും അന്വേഷിക്കാതെ ചിന്തിക്കാതെ നിങ്ങളൊക്കെ അത് അംഗീകരിക്കുകയും വിഴുങ്ങുകയും ചെയ്യും എന്നതാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയാൻ ആ വ്യക്തിക്ക് പ്രേരണയായി തീരുന്നത്. കാരണം ഒരടിസ്ഥാനമില്ലെങ്കിലും ഒരു പ്രമാണമില്ലെങ്കിലും ഞാൻ പറഞ്ഞാൽ ആളുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോളും. അങ്ങനെ ഒരു സമൂഹം എൻ്റെ ആളുകളായി ഞാൻ വാർത്തെടുത്തിട്ടുണ്ട്. ഈ ധൈര്യമാണ് അദ്ദേഹം ഇങ്ങനെ പറയാനുള്ള കാരണം. നിങ്ങൾ ചിന്തിക്കുക. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ നിന്ന് പൊടിയെടുത്ത് കലക്കിയിട്ടുണ്ട് എന്നാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റൗളയിലോ അതല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ഉള്ള പൊടികളെടുത്ത് കലക്കി കുടിക്കുന്ന ഏർപ്പാട് സ്വഹാബികൾക്കോ താബിയങ്ങൾക്കോ തബഉ താബിയങ്ങൾക്കോ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കോ ഉണ്ടായിരുന്നു. അവരാരെങ്കിലും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഞങ്ങളിങ്ങനെ മദീന പള്ളിയിൽ പോയാൽ പരിസരത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെയോ മറ്റോ പരിസരത്തുള്ള പൊടിയെല്ലാം എടുത്ത് മണ്ണെല്ലാം എടുത്ത് കലക്കി കുടിക്കാറുണ്ട്, മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുക്കാറുണ്ട്, ഈ രൂപത്തിലുള്ള വല്ല ആധികാരിക രേഖകളും നമുക്ക് കാണാൻ സാധിക്കുമോ? അപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ഇതൊക്കെ ആളുകൾ അംഗീകരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിന് പ്രത്യേകതയുണ്ട്, നബിയുടെ മുടിക്ക് പ്രത്യേകതയുണ്ട്, അതെല്ലാം നാം അംഗീകരിക്കുന്നു, അതിനൊക്കെ ബറക്കത്തുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ എല്ലാവർക്കും ലഭ്യമാകുമാറ് അതിനെ നിലനിർത്തിയിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ അല്ലാഹു സംരക്ഷിച്ചതുപോലെ, അത് ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു സംരക്ഷിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളെ അള്ളാഹു സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതേപോലെയുള്ള വ്യവസായികളുടെ കൈകളിൽ അതെത്താൻ പാടില്ല, കച്ചവട താല്പര്യമുള്ള ആളുകളുടെ കൈകളിൽ അതെത്താൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എല്ലാ കാര്യങ്ങളെയും സ്വലാത്തിനെ പോലും വിറ്റ് കാശാക്കുന്ന, പണമാക്കുന്ന, ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന, പ്രവാചകൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പണം പിടുങ്ങുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് ദുരുപയോഗം ചെയ്യുവാൻ ഷറഫാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളെ അല്ലാഹു സുബ്ഹാനഹു തആല നിലനിർത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് സ്വഹാബത്തോടുകൂടി അത് കഴിഞ്ഞുപോയി എന്നാണ് പ്രബലമായ അഭിപ്രായം. കാരണം അവർക്ക് ലഭിച്ച ആസാറുകളൊന്നും തന്നെ അവർ ഒരിക്കലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത കാലത്തിന് ശേഷം അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലതും സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളൊക്കെ ഓരോന്നോരോന്നായി നഷ്ടപ്പെടുകയോ ജനങ്ങളിൽ നിന്ന് മറക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇതേപോലെയുള്ള കച്ചവട താല്പര്യമുള്ള ആളുകൾക്ക് നബിയോട് അനാദരവ് കാണിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഈ രൂപത്തിൽ ചെറുതാക്കുന്ന ആളുകൾക്ക് അതിനുള്ളൊരവസരം അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് വിട്ടേച്ചു പോയ രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കാര്യത്തിൽ ഇവരുടെ അവസ്ഥ എന്താണ് എന്ന് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവാണ്, ഇൻഷാ അല്ലാഹ് അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതിനെ മുറുകെ പിടിക്കുക. സ്വഹാബത്തിനുണ്ടായ എല്ലാ ബറക്കത്തുകളും ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കുമുണ്ടായ എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവർ ഫോളോ ചെയ്തു എന്നുള്ളതാണ്. അതിനെ കൈയൊഴിഞ്ഞ ആളുകൾക്കൊക്കെ അതിൻ്റേതായ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് വിട്ടേച്ചു പോയ നമുക്കുറപ്പുള്ള കാര്യം പ്രവാചകൻ്റെ സുന്നത്താണ്. ആ സുന്നത്തിനെ മുറുകെ പിടിക്കൂ. ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് കാണിക്കുന്ന ആവേശം സുന്നത്തിനെ മുറുകെ പിടിക്കുന്നതിലില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊന്തിക്കരുത് എന്ന് പറഞ്ഞു. ഈ ആളുകൾ ഖബർ കെട്ടിപ്പൊന്തിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഖബർ കുമ്മായമിടരുത്, അതിനെ നിങ്ങൾ മിനുക്ക് പണിയെടുക്കരുത്. ഈ ആളുകൾ ആ രൂപത്തിൽ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ഖബറിൻ്റെ അടുക്കൽ വിളക്ക് കത്തിക്കരുത്. ഈ ആളുകൾ വിളക്ക് കത്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ഖബറിന് നേരെ തിരിഞ്ഞ് നമസ്കരിക്കരുത്. ഈ ആളുകൾ ഖബറിന് ചുറ്റിലും തവാഫ് ചെയ്യുകയും ഖബറിന് സുജൂദ് ചെയ്യുകയും ഖബറിലുള്ള ആളുകളോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അമ്പിയാക്കളുടെ സാലിഹ്യങ്ങളുടെ ഖബറുകളെ നിങ്ങൾ ആരാധനാ സ്ഥലമാക്കരുത്. ഈ ആളുകൾ ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുകയും അവിടെ കുബ്ബയുണ്ടാക്കുകയും ജാറമുണ്ടാക്കുകയും അതിനോട് ചേർന്ന് പള്ളികൾ ഉണ്ടാക്കുകയും എന്നിട്ട് അവിടെയുള്ള ആളുകൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന കടുത്ത ശിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ ഖുർആൻ, അതേപോലെ തന്നെ സുന്നത്ത്, ഇതിനെയെല്ലാം കൈയൊഴിഞ്ഞ് ഷിർക്കും ബിദ്അത്തും ഖുറാഫാത്തും യാതൊരു മടിയുമില്ലാതെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക. യാതൊരു മടിയുമില്ലാതെ അള്ളാഹുവിൻ്റെ പേരിലും ഖുർആനിൻ്റെ പേരിലും പ്രവാചകൻ്റെ പേരിലും കളവുകൾ പറഞ്ഞുകൊണ്ട് ഷിർക്കും ബിദ്അത്തും ഖുറാഫാത്തും പ്രചരിപ്പിക്കുക. അത്തരം ആളുകൾക്ക് ഇതൊക്കെ വളരെ ചെറിയ കാര്യമായിട്ട് അവർക്ക് അനുഭവപ്പെടുകയുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ ഗൗരവമേറിയ വിഷയമാണ്. നരകത്തിൽ നിത്യവാസികളായി പോകുന്ന പ്രശ്നങ്ങൾ അതിലുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് ഇതേപോലെയുള്ള ആളുകൾ വാർത്തകളുമായി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യകൂനു ഫി ആഖിരി സമാൻ ദജ്ജാലൂന കദ്ദാബൂൻ യഅതൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും ലാ യുദില്ലൂനകും വലാ യഫ്തിനൂനകും.
ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ പറയുകയാണ്, അവസാന കാലഘട്ടത്തിൽ ചില ദജ്ജാലുകൾ, കദ്ദാബുകൾ, പെരും കള്ളന്മാർ, ഒരടിസ്ഥാനവും ഒരു തെളിവുമില്ലാതെ സംസാരിക്കുന്ന ദജ്ജാലുകൾ, കദ്ദാബുകൾ വരും. നിങ്ങളോ നിങ്ങളുടെ പൂർവ്വപിതാക്കളോ കേൾക്കാത്ത വാർത്തകളുമായിട്ടാണ് ഇവർ വരിക. റൗളയിലെ പൊടി, നബിയുടെ മുടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് കലർന്ന വെള്ളം, അതേപോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ മുശക്കലാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏർപ്പാടുകൾ, ഇതൊന്നും തന്നെ പൂർവികർക്ക് പരിചയമില്ലാത്തതാണ്. ലാ യുദില്ലൂനക്കും വലാ യഫ്തിനൂനക്കും. അവർ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ, നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. അമ്പിയാക്കളോടും ഔലിയാക്കളോടും വിളിച്ചു പ്രാർത്ഥിക്കുക തുടങ്ങി ചില വലിയകൾ അവർ തന്നെയാണ് അള്ളാഹു എന്ന അതീവ ഗുരുതരമായ കാര്യങ്ങൾ വരെ പറയുന്ന ആളുകളൊക്കെ ഇവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അതുകൊണ്ട് അവർ നമ്മെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. അത്തരം ദജ്ജാലുകളെ, കദ്ദാബുകളെ ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഹദീസുകളിൽ കാണാം. വയക്സുറൽ കെദിബു, കളവുകൾ വർദ്ധിക്കും. എന്തു നുണയും പറയാൻ ആളുകൾ തയ്യാറാവും. കാരണം അത് വിശ്വസിക്കുന്ന, അത് വിഴുങ്ങുന്ന ആളുകൾ ലോകത്തുണ്ടാകുമെന്നതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത ശിക്ഷ ലഭിക്കുന്ന, ഖബറിൽ വെച്ച് ശിക്ഷ ലഭിക്കുന്ന ഒരാളെ കണ്ടു. അയാളുടെ ഇരു കവിളുകളും വലിയ ഇരുമ്പിൻ്റെ ദണ്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ കുളത്തുകൾ കൊണ്ട് വലിച്ചു കീറുന്ന കാഴ്ചയാണ് പ്രവാചകൻ കണ്ടത്. ആരാണവർ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള മലക്കുകളിൽ നിന്ന് ലഭിച്ച മറുപടി, ഫകദ്ദാബുൻ യക്ദിബു ബിൽ കദ്ബ തുഹ്മലു അൻഹു ഹത്താ തബ്ലുഗൽ ആഫാഖ്. പെരുന്നുണ പറയുന്ന ചില ആളുകളാണ്. അവർ പറയുന്ന കളവുകൾ ചക്രവാളങ്ങളിൽ മുഴുവൻ വ്യാപിക്കും. എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ ആ കളവുകൾ പ്രചരിപ്പിക്കപ്പെടും. എന്നാൽ പറയുന്നത് പച്ച നുണയായിരിക്കും, ഒരു തെളിവും ഉണ്ടാവുകയില്ല. ഇങ്ങനെ കളവുകൾ പറഞ്ഞുകൊണ്ടും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടുമുള്ള പണ്ഡിത പുരോഹിതന്മാർ അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതിനെ ഗൗരവത്തിൽ നമ്മൾ കണ്ടേ മതിയാകൂ. പരിശുദ്ധ ഖുർആനിൽ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 34-ാമത്തെ ആയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ റുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽ വളരെ വലിയ ഒരു വിഭാഗം ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അന്യായമായി ജനങ്ങളുടെ ധനം തിന്നുന്നവരാണ്. അതിനു പുറമെ വയസുദ്ദൂന അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരുമാണ്. അപ്പോൾ അന്യായമായി ജനങ്ങളുടെ ധനം തിന്നുക, ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിലൂടെ ഇവർ എന്താണ് ലക്ഷ്യമാക്കുന്നത്? എല്ലാത്തിനും പണമാണല്ലോ. ഇവർ ആത്മാർത്ഥതയുള്ള ആളുകളാണെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയാണെങ്കിൽ സകല മനുഷ്യർക്കും മുസ്ലിമീങ്ങൾക്കും ഇത് ഫ്രീ ആയി വിതരണം ചെയ്യുകയല്ലേ വേണ്ടത്? എന്നാൽ അങ്ങനെയല്ല ചെയ്യുന്നത്. ചെറിയ ചെറിയ ബോട്ടിലുകളിലാക്കിയിട്ട് ഓരോന്നിനും എത്ര പൈസയാണ് ഇവർ പറയുന്നത്. ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയാണ്, കളവുകൾ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, നബിയുടെ ഒരു ആസാറുകളും, നബിയുടെ ഷഅർ, മുടി എന്ന് പറഞ്ഞതൊന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. ആരെങ്കിലും അതുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്ന് തലമുതിർന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നാനാണ് ഇതേപോലെയുള്ള ആസാറുകൾ കൊണ്ടുവന്നതിനെ കച്ചവടച്ചരക്കാക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിനു പുറമെ അവർ വയസുദ്ദൂന അൻ സബീലില്ല, ശരിയായ മതത്തിൽ നിന്ന് ജനങ്ങളെ തടയും. ഷിർക്കും ഖുറാഫാത്തും ബിദ്അത്തുമാണ് അവർ പ്രചരിപ്പിക്കുക. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആശയങ്ങളിലേക്ക് അവർ ജനങ്ങളെ ക്ഷണിക്കും. ശരിയായ ഇസ്ലാമിൻ്റെ തൗഹീദിൽ നിന്നും സുന്നത്തിൽ നിന്നും അവർ ജനങ്ങളെ അകറ്റുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കരുതിയിരിക്കുക. ഇതേപോലെയുള്ള തട്ടിപ്പുകളുമായി വരുമ്പോൾ നാം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ജനങ്ങളിൽ നിന്ന് വലിയൊരു സംഘം നരകത്തിലാവാനുള്ള കാരണം എന്താണ്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. അവർക്ക് ബുദ്ധിശക്തി അല്ലാഹു നൽകി, പക്ഷേ ചിന്തിക്കുന്നില്ല. കണ്ണ് നൽകി, സത്യം കാണുന്നില്ല. കാത് നൽകി, യാഥാർത്ഥ്യം കേൾക്കുന്നില്ല. അവർ കന്നുകാലികളെ പോലെയാണ്. അല്ല ബൽഹും അദൽ, കന്നുകാലികളെക്കാൾ മോശമാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതേപോലെയുള്ള കാര്യങ്ങളുമായി ആളുകൾ വരുമ്പോൾ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും ചിന്തിക്കാതെ അത് സ്വീകരിക്കുന്നവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവരെക്കാൾ ബെറ്റർ കന്നുകാലികളാണെന്നാണ്. അവരെക്കാൾ ബെറ്റർ ആരാണ്? കന്നുകാലികളാണ്. കാരണം അത്രയും മോശമാണ് ഈ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്ത ആളുകൾ.
ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കേൾവിയും കാഴ്ചയും ഹൃദയവും ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ഈ വിഷയത്തിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പരലോകത്ത് ഇതിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്ന് വിളിച്ചു പറയുമ്പോഴേക്ക്, യാതൊരു രേഖയുമില്ലാതെ കാര്യങ്ങൾ പറയുമ്പോഴേക്ക്, യുക്തിക്കും ബുദ്ധിക്കും ചരിത്രത്തിനും യാഥാർത്ഥ്യത്തിനും നിരക്കാത്ത, അതിനോട് എതിര് നിൽക്കുന്ന കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കേണ്ടത് ബാധ്യത ആർക്കുമില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. നാം എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. എല്ലാതരം വഞ്ചകന്മാരിൽ നിന്നും, ചതിയന്മാരിൽ നിന്നും, കളവ് പറയുന്നവരിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.